ഡോക്ടർ രാജീവ് ജയദേവൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഡോക്ടർ രാജീവ്, ഇപ്പോൾ ഒരു കുട്ടിയുടെ അവസ്ഥ അതേക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെരുവള്ളൂരിൽ മലപ്പുറത്ത് തെരുവുനായുടെ കടിയേറ്റ 5.5 വയസ്സുകാരി പ്രതിരോധ വാക്സിൻ എടുത്തു. അത് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ച പ്രകാരം ചെയ്തതാണ്. പക്ഷേ പേവിഷബാധയുണ്ട് എന്ന വിവരമാണ്. കുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. അതെന്തുകൊണ്ടായിരിക്കാം എന്നതാണ് ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കാം, അപൂർവമായെങ്കിലും എന്നത് ഡോക്ടർ പറയുകയായിരുന്നു. പറഞ്ഞത് ശരിയാണ്. അപൂർവമായിട്ട് ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ പേവിഷബാധ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം. ഈ മൃഗത്തിന്റെ കടിയേറ്റ ഭാഗത്ത് നിന്നും ഈ വൈറസ് അതിന്റെ മൃഗത്തിന്റെ ഉമിനീരിൽ നിന്നും ആ മുറിവിൽ കയറി പറ്റുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള മുറിവിൽ കയറി പറ്റുകയും അവിടെ നിന്ന് നാഡികൾ വഴി, നെർവ്സ് വഴി ഇത് നമ്മുടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. തലച്ചോറിലേക്കും സ്പൈനൽ കോഡിലേക്കും സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഈ യാത്രയ്ക്ക് ഈ വൈറസിന് ദിവസങ്ങളും ചിലപ്പോൾ ആഴ്ചകളും വേണ്ടി വന്നേക്കാം. നമ്മൾ ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്ന സമയത്ത് ഇതിനെതിരെ ചിലപ്പോൾ ആന്റിബോഡികളായിരിക്കും കുത്തിവെക്കുക, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പേവിഷബാധയുടെ വാക്സിൻ, അതായത് ശരീരത്തിൽ ഇതിനെതിരെയുള്ള പ്രതിരോധം ജനിപ്പിക്കാനുള്ള വാക്സിൻ, അവ 2 രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് ആണ് എടുക്കാറുള്ളത്. അപൂർവമായിട്ട് ഇതുപോലെ രോഗം കൂടുതലാകാനുള്ള, അല്ലെങ്കിൽ രോഗം ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായും അമിതമായ ഡോസിൽ ഈ വൈറസ് നമ്മുടെ നാടുകളിൽ കയറി പറ്റുകയും വളരെയധികം നെർവ് സപ്ലൈ ഉള്ള, നാഡികൾ ഒരുപാടുള്ള ചില ഭാഗങ്ങൾ ശരീരത്തിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വിരൽത്തുമ്പുകൾ നമുക്കറിയാം, നമുക്ക് സ്പർശനത്തിന് ഏറ്റവും അധികം ഉതകുന്ന ഒരു ഭാഗമാണ് വിരൽത്തുമ്പുകൾ. അതിന് കാരണം അവിടെ ധാരാളം നാഡികളുണ്ട്. ആ ഭാഗത്ത് ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തോ കഴുത്തിലോ എല്ലാം ധാരാളം നാഡികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തലച്ചോറിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കടിയേറ്റാൽ പോലും കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പോൾ അവർ നിലത്ത് വീഴുകയും നായയ്ക്ക് അവരുടെ മുഖത്തും മറ്റും കടിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. നേരെ മറിച്ച് പ്രായം ചെന്ന ആൾക്കാർക്ക്, മുതിർന്നവരുടെ കാര്യത്തിൽ മിക്കവാറും കാലിന്റെ ഭാഗത്തും മുട്ടിന്റെ ഭാഗത്തും ഒക്കെയാണ് കടിയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിൽ നിന്നും വളരെ ദൂരെ ആയതിനാൽ വൈറസിനെ നമുക്ക് തളച്ചു നിർത്താനുള്ള അവസരമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്കുള്ള ഈ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും, നമുക്ക് വൈറസിനെ തുരത്താനുള്ള അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള അവസരം കുറയുകയാണ് ചെയ്യുന്നത്. ശരി, നന്ദി ഡോക്ടർ രാജീവ്, ഇത്രയും വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. പേവിഷബാധ ഈ കുട്ടിക്കുണ്ട്, പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും എന്നുള്ളതാണ്, ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പെരുവള്ളൂരിലാണ് സംഭവം.